ഗൈസ് നമ്മുടെ അടുത്തുനിന്നൊരു വണ്ടി വന്നിരിക്കുന്നത് ഇന്നോവയാണ്. ഇന്നോവൻ്റെ കസ്റ്റമറെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഗിയർ സ്ലിപ്പാവും. അതായത് സെക്കൻഡ് കിട്ടി കഴിഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് ന്യൂട്രാവും താനെ. അതേമാതിരി സെക്കൻഡ് ചില നേരത്ത് വീയൂല. അപ്പം ഷോറൂമിൽ ഇവർ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഷോറൂമിൽ പറഞ്ഞത് അത് അതിൻ്റെ സിങ്കർണൈസർ പോയതാവുന്ന. സിങ്കർണൈസർ പോയതാവും. അത് ഇറക്കി ചെയ്യാൻ ഏകദേശം 30 രൂപ ഒരു എസ്റ്റിമേഷൻ പറഞ്ഞു. ഒന്നും ചെക്ക് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മളെ പരിചയമുള്ള ഒരാളായിട്ട് മൂപ്പരാൾ നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പം എൻ്റെ ലിവർ ഊരിപ്പം നോക്കി. ലിവറിൻ്റെ പ്ലേ ഉണ്ടാ, ചെറിയ പ്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഈ സംഭവം ലിവറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ നേരെ ലിവർ പൊളി പോയിട്ട് ബ്രീത്തിങ് ടൈപ്പുള്ള ടൈപ്പ് ഒരു ലിവർ നമുക്ക് നോക്കിയാൽ ലിവറിൻ്റെ പ്ലേ ഉണ്ടാ. ഇനി എന്തായാലും ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ വീഡിയോ വണ്ടി എടുക്കുമ്പോൾ സ്ലിപ്പ് ആവണത് കറക്റ്റ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഞാൻ എന്തായാലും മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് സംഭവം കസ്റ്റമർ ഒറ്റയടിക്ക് ഷോറൂം കൊണ്ടുപോയപ്പോൾ ഒരു ഒറ്റയടിക്ക് പറഞ്ഞു സിങ്കർണൈസർ മാറണമെന്ന്. ഒരു ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. സംഭവം അവർക്ക് ലിവർ മാറ്റിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഷോറൂമിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഞാൻ ഷോറൂമിൽ എല്ലാത്തിനും അടിച്ച് കുറ്റം പറയില്ല കേട്ടോ. ചില സ്ഥലത്ത് അങ്ങനെയാണ്. മറ്റേ ആദ്യം ഇങ്ങനെ തരും വണ്ടി സെക്കൻഡ് കിട്ടി കഴിഞ്ഞാൽ വണ്ടി ഗിയർ നൂട്ടിരിക്കുന്ന വരും. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ആയി. അത് ഞാൻ ആദ്യം കാണിച്ചു തരുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് അവർ പറഞ്ഞത് ഇങ്ങനെ സിങ്കർണൈസറൊക്കെ മാറ്റാന്നാണ്. സിങ്കർണൈസർ ഒന്ന് മാറ്റണം. നമ്മൾ ആദ്യം ഊരി നോക്കുക, ചെക്ക് ചെയ്യണ്ടേ. ഊരി നോക്കിയപ്പോൾ എന്താണ് ഇതിൻ്റെ ലിവറിന് പ്ലേ ഇല്ല. അതായത് ലിവറിൻ്റെ ഉള്ളിൽ ചെറിയ 2 ബെയറിങ്ങും കാര്യങ്ങളൊക്കെ വരും. ബെയറിങ്, ബുഷ്, സീറ്റിംഗ് ഇരിക്കുന്ന ഒരു ബുഷൊക്കെ ഉണ്ട്. അതൊക്കെ ക്രാക്ക് ആയിക്കണം. അതൊന്നും കസ്റ്റമർ അതന്നെ ഷോറൂം ഒറ്റയടിക്ക് സിങ്കർണൈസർ മാറ്റാം, വേറെ വർത്താനില്ല. എല്ലാം പിന്നെ ഗിയർ ബോക്സ് മാറ്റണം എന്നൊക്കെ പറയുന്നത്. ഗിയർ ബോക്സ് മാറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം റേറ്റിംഗ് ഒക്കെ അറിഞ്ഞൂടെ. സംഭവം സിമ്പിൾ പരിപാടിയാണ്. ചെക്ക് ചെയ്യാണ്ട് അങ്ങോട്ട് പറയുന്നത് എസ്റ്റിമേഷൻ ഇട്ടാണ്ട്. എന്തായാലും ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായിട്ടില്ലേ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പണിൻ്റെ ഒരു തിരക്കിലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇൻഷാല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഉണ്ടാവും. അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സാധാരണ പറയലില്ല.